ഇപ്പം കുറേ മാധ്യമങ്ങൾ വരുന്നുണ്ട് അല്ലേ? എവിടെ നോക്കിയാലും മീഡിയ, എവിടെ ലൈക്ക് വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ ലൈക്കിനനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലുണ്ട്. പക്ഷെ അതാത് ന്യൂസ് ചാനലിന് TRP എങ്ങനെ ഉണ്ടാക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. ഫോൺ വീഡിയോ എങ്ങനെയാ ചിത്രീകരിക്കുന്നത് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മീഡിയ ചെയ്യുന്നത് ഒരു ജോലിയാണ്. പറയുന്നുണ്ട് അപകടം ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് മരിച്ചു? 2-3 പേരെ മരിച്ചോളൂ. 2-3 പേര് മരിച്ചോളോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് മീഡിയയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. TRP റേറ്റ് കൂട്ടാനായിട്ട് ഇങ്ങനെ ചീപ്പ് പരിപാടികൾ ചെയ്യുന്നത് നിർത്തിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം. ആർക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, ആരെ ശ്രദ്ധിക്കും, ആദ്യം അവിടെ ക്ലിക്ക് ചെയ്യും, അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു സമയത്തിൽ, 2025. വെൽക്കം ടു വട്ടമേശ. ഇത്തിരി നേരം ഒത്തിരി കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് വട്ടമേശയില് എന്താണ് സംസാരിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെലവൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്, നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. ഇപ്പം കുറേ മാധ്യമങ്ങൾ വരുന്നുണ്ട് അല്ലേ? എവിടെ നോക്കിയാലും മീഡിയാസ് അല്ലേ? എവിടെ നോക്കിയാലും മീഡിയാസ് ആണ്. കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ ആർക്കും ഒരു മീഡിയ ഫോൺ ഉണ്ടെങ്കിൽ തനിക്ക് എന്താ അധികാരമുണ്ട് എന്റെ വീഡിയോ എടുക്കാൻ? ഞാൻ മീഡിയയിൽ നിന്നാണ്. അതേപോലെ നമുക്കൊരു ID കാർഡൊക്കെ ഇട്ട് യൂട്യൂബർ എന്നൊക്കെ എഴുതി നമുക്ക് വേണമെങ്കിൽ നടക്കാം അല്ലേ? അതിനുള്ള ഇതുണ്ടോ? ഇത് നിയമപരമായിട്ട് അങ്ങനെ നടക്കാനുള്ള ഇതുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നമുക്ക് ഇഷ്ടം, നമ്മളിഷ്ടമാണല്ലോ അങ്ങനെ. ഓക്കെ. അപ്പം ഈ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകൾ ഈ കൂണ് മുളച്ചു പൊന്തുന്നത് പോലെയാണ് ഓരോ ദിവസവും മുളച്ചു പൊന്തി വരുന്നത്. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ അത്രയധികം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബിസിനസ് തുടങ്ങുമ്പം എല്ലാവരും കോമ്പറ്റീഷൻ വരുന്നത് പോലെ തന്നെ ഈ മീഡിയ ഫീൽഡിലും കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ വാർത്തകളുടെ കാര്യത്തിലായാലും റേറ്റിംഗിന്റെ കാര്യത്തിലായാലും TRPയുടെ കാര്യത്തിലായാലും ആർക്ക് കൂടുതൽ വ്യൂസ് കിട്ടും, ആരെ ശ്രദ്ധിക്കും, ആദ്യം അവിടെ ക്ലിക്ക് ചെയ്യും, അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് ഈ ഒരു സമയത്തിൽ, 2025. അപ്പം അതിനെ മുതലെടുത്താണ് പല മീഡിയകളും ഇപ്പം ഉയർന്നു വരുന്നത്. അപ്പോൾ ഒരു മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മീഡിയ ചെയ്യുന്നത് ഒരു ജോലിയാണ്. മറ്റുള്ളവരെ വാർത്തകൾ വ്യക്തമായി കൃത്യസമയത്തിനുള്ളിൽ ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മാധ്യമ ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ധർമ്മം പലപ്പോഴും എവിടെയോ ചോർന്നു പോകുന്നു അല്ലെ? മീഡിയ എത്തിക്സ് എന്നുള്ളത് ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എത്തിക്സ് ഇല്ലാത്ത രീതിയിലേക്കാണ് ഇന്ന് പല സോഷ്യൽ മീഡിയ, സാറ്റലൈറ്റ് മീഡിയ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് പറയുമ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വാൻ അപകടത്തില് കുറച്ച് കുട്ടികൾ മരണപ്പെട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുട്ടിയുടെ എന്താ പറയാ ബോഡി വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒരു മെയിൻ സ്ട്രീം സാറ്റലൈറ്റ് ചാനൽ വന്നിട്ട് പറയാണ്, ഇതാ നാടിന്റെ നൊമ്പരമായ കുട്ടി ഇന്നെ കിടക്കുകയാണ്. ഇപ്പൊ എനിക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന്, ആ വീടിന്റെ അവിടെ നിന്ന് ജനാലക്കരികിൽ നിന്ന് പാവക്കുട്ടി ഈ ബോഡിയെ നോക്കുന്നു എന്ന് പറഞ്ഞ് ഇമോഷണലി മാർക്കറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വലേ സിനിമയില്ലേ, സിനിമ അതിൽ പറയുന്നുണ്ട് അപകടം ഉണ്ടായിട്ടുണ്ട്, എത്ര പേര് മരിച്ചു? 2-3 പേരെ മരിച്ചോളൂ. 2-3 പേര് മരിച്ചോളോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് മീഡിയയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ശരിയാണ്. അത് മാത്രല്ല, ഇപ്പോ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് കൂടുതൽ യൂട്യൂബേഴ്സും അതുപോലെ തന്നെ കുഞ്ഞു മീഡിയാസ് എന്ന് പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ കാണുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾ എന്താ മീഡിയ അല്ലേ എന്ന് ചോദിക്കും. അതെ, ഞങ്ങളും മീഡിയ. പക്ഷേ എത്തിക്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് വിട്ടിട്ട് കളിക്കുക എന്ന് പറയുന്നത് പല പല വലിയ വലിയ ക്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പൈസ വേണം, അറ്റ്മോസ്റ്റ് എല്ലാവരും എല്ലാം ചെയ്യുന്നത് പൈസക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ പൈസക്ക് എന്തും ചെയ്യാം എന്നില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് പലരുടെയും പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പല കോണ്ടന്റ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു പല ആംഗിൾസ് ഒരു മീഡിയ ഒരു ചാനലിൽ വരുന്നത് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന്റെ വ്യക്തിയെ അടുത്താണ് കണ്ടത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് കണ്ടതെങ്കിലും അവർ കൊടുക്കുന്ന കോണ്ടന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന മീഡിയാസ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസും ഉണ്ട്.
ഉണ്ട്. അപ്പോൾ ഇത് ഒരു തരത്തില് ബാഡ് ഇൻഫ്ലുവൻസ് കുഞ്ഞു കുട്ടികൾ മുതൽ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ എന്നുള്ള സംഭവം. മെഹ്റു, നമ്മളിപ്പം റീസെന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, ഞാൻ റീസെന്റ് ആയിട്ടാണ് ഇങ്ങനെ താരസുന്ദരിമാർ നടന്നു വരുന്നത് കണ്ടോ, ഇന്ന ആളുകൾ തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവം. അതേപോലെ ആസിഫ് അലി ഷൂ കിട്ടുന്നത് കണ്ടോ, എന്താ പറയാ, ആസിഫ് അലിക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം കണ്ടോ, അവർ രണ്ടുപേരും ഒരുമിച്ച് കാറിലെത്തിയപ്പോൾ, അങ്ങനത്തെ അല്ലെങ്കിൽ ഇത്തിരി സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ വരുന്നതും പോകുന്നതും, പച്ചക്കറി കടയിൽ പോകുന്നതും സാധനം മേടിക്കുന്നതും ലുലുമാളി വരുന്നതും ഒക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത്. പക്ഷേ കുറച്ചു നാൾ മുന്നേ നമ്മുടെ ഹിന്ദി നടന്മാരും നടിമാരും ഒക്കെ എയർപോർട്ടിൽ പോകുമ്പം, അല്ലെങ്കിൽ മാഡം നമ്മുടെ ഉർഫി ഡ്രസ്സപ്പ് ചെയ്ത് നടക്കുമ്പോൾ അവിടെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ആ ഒരു കൾച്ചറാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വന്നു കഴിഞ്ഞു. ആ ഒരു കൾച്ചറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങനത്തെ ഒരു കൾച്ചർ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. കാരണം ഒരു സെലിബ്രിറ്റി തന്നെ റിവീൽ ചെയ്ത കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇന്ന ആൾക്കാർ ഇത്ര ടൈമിൽ എയർപോർട്ടിലെത്തും, ഇത്ര പേര് അവിടെ ഉണ്ടായിരിക്കണം, ഒരു മീഡിയ റഷ് ഉണ്ടാക്കണം എന്നുള്ള സംഭവം. അത് അവരുടെ എന്താ PR വർക്കോ അങ്ങനെ എന്താ അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ആ ഒരു സംഭവം ഇവിടെയും കൂടി വന്നപ്പോ അത് വേറൊരു തരത്തിലോട്ടായി. കാരണം ചിലപ്പോ ഇവിടെ നിന്നും സെലിബ്രിറ്റീസ് വിളിപ്പിക്കുന്നുണ്ടാവാം, അറിയില്ല. പക്ഷെ അതൊരു അരോചകമായിട്ട് തോന്നുന്നില്ലേ എന്നുള്ള സംഭവം. ഇപ്പൊ ഒരു നടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ചിലപ്പോ അവര് സാരിയൊക്കെ ഒന്ന് നേരെയാക്കി ഡ്രസ്സൊക്കെ ഒതുക്കി വരെയായിരിക്കും. പക്ഷെ ഏത് ആംഗിളിലാണോ ആ വീഡിയോ എടുക്കാൻ പാടില്ലാത്തത് ആ ആംഗിളിൽ തന്നെ വീഡിയോ എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ കാണുന്നുണ്ട്. അത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം, മലയാളികൾ മാത്രമല്ല ലോകത്തിൽ പലയിടത്തും ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടന്റിന് റീച്ച് കൂടുന്നത്. അത് മാത്രല്ല, വീഡിയോ എടുക്കുന്നത് മാത്രല്ല, തംബ്നെയിലായിട്ട് കൊടുക്കുന്നത് എന്താ, അപ്പൊ ഒരു നടി വണ്ണം വെച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോഡി പാർട്സിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിച്ച് അല്ലെങ്കിൽ ഒരു ബിഗ് സൈസിലേക്ക് ചിത്രീകരിച്ച് ഒക്കെയാണ് അവർ തംബ്നെയിൽ കൊടുക്കുന്നത്. അതൊക്കെ വളരെ എത്തിക്സ് ഇല്ലാത്ത കാര്യം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, അവരുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രൈവസി അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അവര് ഡ്രസ്സപ്പ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്, അവർ ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അത് ഇങ്ങനൊരു ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഇവര് വിറ്റ് കാശാക്കുമ്പോൾ അത് എത്തിക്സിന് ചേർന്നതാണോ എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പൊ സിനിമയിലെ സെൻസറിങ്ങിന്റെ കാര്യം പറയുമ്പോൾ, സിനിമയിൽ സെൻസറിങ്ങിന് കുറച്ച് അക്രമം കൂടിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഇപ്പൊ ന്യൂസിലൊക്കെ ആണെങ്കിൽ വലിയൊരു ഡിബേറ്റ് കോൺവെർസേഷനിലൊക്കെ വരാറുണ്ട്. അത് ഇപ്പോ പണി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം വന്നു, മാർക്കോ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട് വിവാദം വന്നു. അതേപോലെ എമ്പുരാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുഞ്ചാക്കോ ബോബന്റെ പടം ഇപ്പൊ ഈ അടുത്തിറങ്ങിയത് പോലീസ് ഓൺ ഡ്യൂട്ടി, ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പൊ ആ ഫിലിമുമായി ഡ്രഗ്സ് അബ്യൂസിനെ കുറിച്ചിട്ടൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവാദം ഉണ്ടായിട്ടുണ്ട്, ഒരു ഇഷ്യൂ എടുത്തു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിലൊക്കെ സെൻസറിങ് ആവശ്യപ്പെടുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മീഡിയയുടെ സെൻസറിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? അല്ല മെഹ്റു, അല്ല രേഷ്മ, ഇപ്പം നമുക്ക് കാണാൻ കാഴ്ചക്കാരുണ്ടെങ്കിൽ കാണിക്കാൻ ആൾക്കാരുണ്ടാവും. ഇത്തരത്തിലുള്ള കണ്ടന്റ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതിന് വ്യൂസ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ചാനലിന് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ട്. നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യം മോശമാണെന്ന് തോന്നി ഇപ്പം നമുക്ക് റിപ്പോർട്ട് അടിക്കാം. നമുക്കിപ്പോൾ വേണ്ടാത്ത കണ്ടന്റ് റിപ്പോർട്ട് അടിച്ചാൽ മാത്രമേ ആ ചാനൽ പോകുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് അടിക്കുന്നില്ല, ആളുകൾ ലൈക്ക് ചെയ്യാണ്. അങ്ങനെ ആവുമ്പം നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് തന്നെ ഒരു പോളിസി ഇങ്ങനെ കൊണ്ടുവരണം. ഫേക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് കൊടുക്കുന്ന ചാനലുകൾ ഇതേപോലെ നമുക്ക് ഡിസ്ലൈക്ക് അടിക്കാം. പക്ഷെ ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണല്ലോ. ഈ കോണ്ടന്റ് മാത്രമല്ല, പരസ്യങ്ങളുടെ കാര്യം ഒന്ന് എടുത്തു നോക്ക്. ഇപ്പൊ കുട്ടികളൊക്കെ യൂട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ നമുക്ക് എത്രത്തോളം എന്താ പറയാ തടയാൻ പറ്റും? ചൈൽഡ് മോഡ് ഇട്ടിട്ടാണ് നമ്മള് ചൈൽഡ് മോഡ് അക്കൗണ്ട് ഉണ്ടാക്കിയാൽ പോലും, ഞാനത് ട്രൈ ചെയ്ത ഒരാളാണ്. ഈ പരസ്യമില്ലണ്ടല്ലേ, കാർട്ടൂൺസ്, ഗെയിംസ്, വളരെ വൾഗറായിട്ടുള്ള ഗെയിംസിന്റെ പരസ്യങ്ങളാണ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വരുന്നത്. അതേപോലെ ഇപ്പോ
പല ഓൺലൈൻ ഈ ഓഡിയോ ബുക്സിന്റെ ഒക്കെ പരസ്യം വരുന്നത്. എനിക്കത് കുക്കു FM-ന്റെയും പലതിന്റെയൊക്കെ ഓഡിയോ ബുക്സിന്റെ ഒക്കെ പരസ്യം വരുന്നത് ഭയങ്കര വൾഗറായിട്ടാണ്. അതെ, അത് നമുക്ക് പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ട്. നമുക്ക് ഇപ്പൊ ഒരു മീഡിയ ആയ നമുക്ക് പലതരത്തിലുള്ള കോണ്ടന്റ്സ് പോകും, പലതരത്തിലുള്ള സ്ട്രീമുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മളുടെ ഈ കോണ്ടന്റ് ആരൊക്കെ കാണുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇത് കാണാനും ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെയാണ് അവരുടെ ഇതും. പക്ഷേ അത് അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ അവര് ഉദ്ദേശിക്കുന്നത് അവരുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് വേറൊരു വിഭാഗം ആളുകളെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരും കൂടി മനസ്സിലാക്കണം എന്നാണ്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അതിന്റെ അവസ്ഥ എന്താ ഇപ്പൊ? ഇൻസ്റ്റാഗ്രാമിന്റെ ഫോൺ വീഡിയോ എങ്ങനെയാ ചിത്രീകരിക്കുന്നത് എന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും. അത് അവർക്ക് ചെയ്യുന്ന ഒരു പ്രൊമോഷനാണ്. പക്ഷെ അതൊക്കെ എത്ര അക്കൗണ്ടാ ബ്ലോക്ക് ചെയ്യാ? അതായത് ഈ അപർണ ദാസ് ഈ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അവർ ഇതുപോലെ ഈ പോണോഗ്രഫി ഷൂട്ട് ചെയ്യുന്ന ഒരു ലേഡി ഡയറക്ടറിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അത് വേണോ? അത് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ വേണോ വേണ്ടേന്ന്, അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ഇതിനും സെൻസറിങ് വേണ്ടേ? ശരിക്കും വേണ്ടതല്ലേ? വേണ്ടതാണ്. അതെന്തുകൊണ്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ല? അതെ, അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷന് എവിടെ ലൈക്ക് വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പം ആ ലൈക്കിനനുസരിച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്തെ ഈ 18+ എന്നുള്ളതാണ് മാനദണ്ഡം. പക്ഷെ ഏജ് കൂട്ടിയിട്ട് എത്ര അക്കൗണ്ട്സുകൾ എടുത്തിരിക്കുന്നുണ്ട് ഫേസ്ബുക്ക് കാലഘട്ടം തൊട്ടേ. പക്ഷെ കുറെ കുട്ടികൾ ഇങ്ങനെ ലൈക്ക് കിട്ടാനായിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വിഷമാണ്, അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റീല് ചെയ്യാൻ ട്രെയിനിന്റെ മുകളിൽ കയറുക, അല്ലെങ്കിൽ റെയിൽ പാലത്തിൽ വെച്ച് ചെയ്തു, മലമുകളിൽ കയറി എന്നൊക്കെ പറഞ്ഞ എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 80+ കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പേരെടുത്ത് പറയണ്ട, അത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു ഇന്റർവ്യൂവർ, ആ ഒരു കുട്ടി ഫേമസ് ആയത് എങ്ങനെയാണ്? ആ ഒരു ഇന്റർവ്യൂവിൽ, അവരുടെ ഇന്റർവ്യൂവില് കുറച്ച് ഇങ്ങനെ ഈ അഡൽട്ട് ഈ ഒരു കോണ്ടന്റിന്റെ ഒരു ചൊവ്വ കലർത്തിയുള്ള സംസാരം, ഡബിൾ മീനിങ്ങിന്റെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ചിട്ടാണ് ആ ഒരു ഫെയിമിലോട്ട് എത്തിയിരിക്കുന്നത്. ഫെയിമിൽ എത്തുക എന്ന് പറയുന്നത് പോസിറ്റീവ് കോണ്ടന്റിനേക്കാളും ഇപ്പൊ നെഗറ്റീവ് കോണ്ടന്റ് കൊടുത്താലേ ഫെയിമിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു സിനിമയിലാണെന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നു ധനുഷിന്റെ മൂവിയിലാണ്. പോസിറ്റീവ് ഹെഡ്ലൈൻ ഇടുന്നു, ഒരാൾ നെഗറ്റീവ് ഹെഡ്ലൈൻ ഇടുന്നു. ആരുടെ സിനിമയെന്ന് ഓർമ്മയില്ല. അപ്പൊ ഏതാണ് കയറുന്നതെന്നുള്ളത്. ആക്ച്വലി റിയൽ ലൈഫിൽ ആ നെഗറ്റീവ് കോണ്ടന്റ് ആയിരിക്കും കയറുന്നത്, പക്ഷെ ആ സിനിമയിൽ പോസിറ്റീവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആൾക്കാരും അതന്നെയല്ലേ ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പോൾ താരദമ്പതികൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു, അതിന് കാരണം എന്താണ് എന്ന് അന്വേഷിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ദമ്പതികൾ ഇപ്പോൾ ഒരുമിച്ച് ഫോട്ടോസ് ഇടുന്നില്ല, എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയി അന്വേഷിച്ച് ഇവരെത്ര നാൾ തൊട്ടിട്ട് ഫോട്ടോ ഇട്ടിട്ടില്ല, അപ്പൊ ഇവര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വാർത്ത ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇൻസ്റ്റ നോക്കിയിരിക്കുന്ന ചാനലുകളുണ്ട്. ഇവരെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇതൊരു തൊഴിലായതുകൊണ്ട് ഇരിക്കുന്നതായിരിക്കാം. കറക്റ്റ് ഇന്ന ദിവസം മുതൽ ഈ ഫോട്ടോ റിമൂവ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അൺഫോളോ ചെയ്തിട്ടുണ്ട്. ഇത്ര നാൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ ഫോട്ടോ റിമൂവ് ചെയ്തു, അൺഫോളോ ചെയ്തു, അവർ ഡൈവോഴ്സ് ആയി. ആ ഒരു സംഭവം. അതുപോലെ തന്നെ ഈ നമ്മളുടെ മെയിൻ സ്ട്രീമിലുള്ള മീഡിയാസ് അവരുടെ TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്സ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ചിലതൊക്കെ നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു ഇപ്പൊ ഒരു ദുരന്തമാണെങ്കിലും ഒരു അപകട മരണമാണെങ്കിലും ആ വീട്ടുകാരുടെയും കൂടി മാനസികാവസ്ഥയും കൂടി നമ്മള് നോക്കണം. ഇപ്പൊ അർജുൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ വീടുകളിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോയിരിക്കുന്ന കുറെ മീഡിയാസ് ഉണ്ട്. അതിൽ ആ ചെറിയ കുട്ടി ഒരു കാറായിട്ടോ എന്തോ ബസ്സായിട്ടോ എന്താ കളിക്കുക. അപ്പൊ ഈ റിപ്പോർട്ടർ ചെന്നിട്ട് അവനോട് ചോദിക്കുക, അച്ഛൻ കളിക്കാറുണ്ടോ മോന്റെ കൂടെ, അച്ഛൻ വരൂ എന്നൊക്കെ ചോദിക്കുക. എന്ത് മാനസികാവസ്ഥയത്? മാനുഷിക പരിഗണന അത് വേണം. അതുപോലെ തന്നെ ഈ അടുത്ത് ഷിപ്പ് മറിഞ്ഞല്ലോ. ഷിപ്പ് മറിഞ്ഞ സമയത്ത് കെമിക്കൽ റിയാക്ഷൻ, അതായത് കെമിക്കൽസ് ഉള്ള കണ്ടെയ്നേഴ്സ് ആണ് കൂടുതലും മറിഞ്ഞത്. അപ്പോ കടൽ തീരത്തുള്ള ആൾക്കാർ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കാന്നുള്ളത്. അല്ല, ആ വാർത്തയില്ലേ കടലിൽ കെമിക്കൽ കലർന്നാൽ എന്തൊക്കെ സംഭവിക്കും പറഞ്ഞിട്ടൊരു ചാനൽ ചെയ്തില്ലേ, അത് ഞാൻ വരെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? നന്നായി. എന്തുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ടേ? ആ ചാനലിൽ പറയുന്നത് സത്യമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇടുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുക. കാരണം
ലോജിസ്റ്റിക്സ് ആണ്. ഒരു കോണ്ടിനെന്റിൽ നിന്ന് അടുത്ത കോണ്ടിനെന്റിലോട്ടാണ് ഈ സാധനം പോകുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡാറ്റ അതെന്തായാലും ഷിപ്പ് യാർഡ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലോജിസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവും. അത് മീഡിയാസ് ചോദിച്ചാൽ എന്തായാലും ഒരു പരിധി വരെയെങ്കിലും സ്ഫോടക വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ ഇന്ന് ഇപ്പോ വന്നിട്ടുണ്ട് അതിനകത്ത് കാഷ്യൂനട്ടും തേങ്ങയും തടി കഷ്ണങ്ങളും കാൽഷ്യം കാർബണേറ്റ് ആണ് ഉള്ളത്. അപ്പൊ അതാണ് ഉള്ളതെന്ന് പറഞ്ഞ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടല്ലോ, അതൊരു കെമിക്കൽ ആണല്ലോ. അപ്പൊ കാൽഷ്യം കാർബണേറ്റ് കടൽ വെള്ളത്തിനായിട്ട് NaCl ആയിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ സ്ഫോടനത്തിന് സ്ഫോടനം ഉണ്ടാകും നമ്മൾ പറയാനില്ല, സാധ്യത മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് ശരിക്കും ഈ സയന്റിസ്റ്റുകളാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴും ഒരു പാനിക് സിറ്റുവേഷൻ ആണ് കൊടുക്കുന്നത്. ശരിയാണ്. അത് മാത്രല്ല, ഇപ്പൊ ഈ സംഭവം നടന്ന സമയത്ത് ഞാൻ വാർത്ത വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊച്ചിയിൽ നമുക്ക് കടൽ തീരത്താണ് നമ്മൾ താമസിക്കുന്നത്, ഫോർട്ട് ബീച്ചിന്റെ അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നും വന്നില്ല, മൊത്തം പോണത് ആലപ്പുഴയിലേക്കും കൊല്ലത്തേക്കും. അപ്പൊ ആലപ്പുഴയിൽ വന്നില്ല, കൊല്ലം ട്രിവാൻഡ്രം. കൊല്ലത്ത് കൊറേ വന്നു. അപ്പൊ അമ്പാശു എന്റെ ബ്രദർ പറയാ, എടി ഇത് വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, അതിന്റെ ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട്, അത് എടുക്കാതിരിക്കാൻ പറയായിരിക്കും. ചിലപ്പോ ഐഫോണൊക്കെ ഉണ്ടാവും പോയാലോ. അതേപോലെ ഈ ഷിപ്പ് മറിഞ്ഞു എന്ന് പറഞ്ഞപ്പോ, കണ്ടെയ്നർ മറിഞ്ഞു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു കെമിക്കൽസ് ആണല്ലോ അതിലുള്ളത്. നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നതാണ്. അപ്പൊ എന്റെ മനസ്സിൽ ദശാവതാരം സിനിമയിലെ ആ സീൻ ഓർമ്മ വന്നു, സുനാമി വന്നത്. അപ്പൊ കെമിക്കൽ കടലിൽ വന്നപ്പോ സുനാമി വന്ന് നമ്മളന്ന് രക്ഷപ്പെടുത്തിയല്ലോ. കെമിക്കൽ അല്ല, അത് വൈറസ് ആയിരുന്നു. അതന്നെ. അപ്പൊ ഞാൻ അതൊക്കെ വെച്ച് ഇന്ന് റിലേറ്റ് ചെയ്തു. വല്ലാത്തൊരു അത് എന്ന് വെച്ചാൽ ആ വൈറസ് NaCl ഉണ്ടെങ്കിൽ മാത്രം ആ വൈറസ് നശിച്ചു പോകും. പക്ഷെ കെമിക്കൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കടലാണ്. പ്ലാസ്റ്റിക് കെമിക്കൽ വേസ്റ്റ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കടലാണ്. പക്ഷെ അത് ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലത്താണ് ഈ വേസ്റ്റ് ആയാലും ഈ വേസ്റ്റ് വരെ ഈ കടലിന്റെ ദ്വീപിലാണ് കൊണ്ടേ ഡംപ് ചെയ്യുന്നത്. പക്ഷെ അത് ജനസാന്ദ്രത ഇല്ലാത്ത സ്ഥലത്താണെന്ന് മാത്രം. പക്ഷെ കടലിൽ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കടലിനെ ബയോഡൈവേഴ്സിറ്റിയെ ബാധിക്കും. പക്ഷെ പാനിക് ആക്കണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത് അറിയുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ റിയാക്ഷൻ എന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാർ, ചില മീഡിയാസ് പറയണത് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരിലെ ഉണ്ടാക്കുന്ന ഒരു പാനിക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു വിശ്വാസത നേടിയെടുക്കുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ട് അവരുടെ ഫാമിലി ആയാലും ഈ കടലിന്റെ തീരത്ത് താമസിക്കുന്നവരായാലും ഈ കെമിക്കൽ അടങ്ങിയ സാധനം നമ്മളുടെ അടുത്തേക്ക് വരുമോ, വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, നമ്മൾ അങ്ങനെ ചിന്തിക്കും. മീൻ വാങ്ങിക്കാനായിട്ട് ആരും തയ്യാറാവാതെ ഈ ഫിഷറീസിന്റെ ഒരു കുറച്ച് ദിവസത്തേക്ക് സ്തംഭിച്ചു പോയായിരുന്നു. എനിക്കും പേടിയുണ്ടായിരുന്നു. ഞാനും വീട്ടിൽ പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഫിഷ് വാങ്ങിക്കണ്ടെന്ന്. അത് ഈ ഒരു കാര്യം കൊണ്ടിട്ടായിരിക്കില്ലേ? അതെ. അല്ല, ഫുൾ ടൈമും ന്യൂസ് ചാനൽ മാത്രം മാറ്റി വെക്കുന്ന വീടുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു 40+ ആയ ഒരു അച്ഛന്മാരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അല്ലേ, ഫുൾ ടൈം വാർത്തകളായിരിക്കും. എന്റെ വീട്ടില് വാർത്ത വെക്കുന്നത് ഇലക്ഷന്റെ അന്ന് മാത്രമാണ്, അല്ലാതെ ഫുൾ ടൈം വാർത്ത അങ്ങനെ വെക്കില്ല. അപ്പം അവര് കാണാണ്, അവര് വിശ്വസിക്കുകയാണ്, അവര് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ്, തരുന്നത് നല്ല വാർത്തകളാണ്, നമ്മൾ വിശ്വസിക്കാം എന്ന് നമ്മൾ മനസ്സിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഫേക്കായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫേക്ക് കോൾസ് വരാറുണ്ട് വാർത്തയില്. ഇപ്പോ ഒരിടക്ക് ഫാദർ മോളെ കൊന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് രണ്ട് വശം പറയുന്നുണ്ട്. ഓക്കെ, അവള് പ്രേമിച്ചത് കൊണ്ടിട്ടാണ് അവളെ കൊന്നുള്ളത്. ഏജ് മനസ്സിലാകും, കൊച്ചിന് 10-13 വയസ്സ്, എന്തോ അഡോളസന്റ് പീരീഡിലുള്ള കുട്ടിയാണ്. അപ്പൊ അന്ന് ആ ന്യൂസ് ചാനലിൽ രാത്രി ഇങ്ങനെ ഡിബേറ്റ് നടക്കുവാണ്. അപ്പൊ അതിലൊരു കോള് വന്നതിന് ഞാൻ അച്ഛന്റെ ഭാഗത്താണ്, അച്ഛൻ ചെയ്തതാണ് ശരി, ഇത്രയും വളർത്തി വലുതാക്കിയിട്ട് അവൻ ഇങ്ങനെ ഒരാളുടെ കൂടെ, വേറെ കാസ്റ്റ് ആണെന്ന് തോന്നുന്നു, പോയില്ല, അപ്പൊ ഞാൻ അച്ഛന്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാള് കോൾ ചെയ്യാണ്. പക്ഷെ ആ കോള് ചെയ്യുമ്പോൾ അയാളുടെ സ്പീക്കിംഗ് സ്റ്റൈലും സ്ലാങ്ങും ഒക്കെ കണ്ടാൽ മനസ്സിലാവും സ്ക്രിപ്റ്റഡ് ആണ്, ഒരു ഫേക്കിംഗ് ആണെന്നുള്ളത്.
അതിന്റെ യൂട്യൂബിൽ അത് വന്നപ്പോൾ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കണം, ഇയാൾ എന്ത് മനുഷ്യനാണ്, ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ അതാത് ന്യൂസ് ചാനലിന് TRP എങ്ങനെ ഉണ്ടാക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. ഇന്നൊരു കോള് ഇങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടം സമൂഹം ഉണ്ടാവും. അപ്പൊ ഈ ചാനൽ കാണും, അല്ലെങ്കിൽ ഇതിനെതിരെ കുറെ ആൾക്കാർ റിയാക്ട് ചെയ്യും. ഇപ്പൊ റിയാക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ സീക്രട്ട് ഏജന്റിനെ പോലെയൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യും. റിയാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇപ്പൊ ഒരു ഫിലിം, അതിപ്പോ നല്ല ഫിലിം ആവട്ടെ മോശം ഫിലിം ആവട്ടെ, അത് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചെറിയ പാടല്ല. ഇപ്പൊ നമ്മൾ ഈ ഇരുന്ന് 3 പേര് സംസാരിക്കുന്നു, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം എഫേർട്ട് ഇടുന്നുണ്ട് അല്ലെ? നമ്മളിപ്പോ ഒരു അരമണിക്കൂർ ഇരുന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തോരം എഫേർട്ട് ഇടുന്നുണ്ട്. അതിന്റെ എത്രയോ കൂടുതൽ എഫേർട്ടാണ് ഒരു സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത്. അപ്പോൾ അത് ചെന്ന് 100-200-300 രൂപ വെച്ചിരുന്ന് AC-യിലിരുന്ന് കണ്ടിട്ട് അതിനെ നിഷ്പ്രയാസം കുറ്റം പറഞ്ഞ് തള്ളിക്കളയുന്ന കുറെ റിയാക്ടേഴ്സ് ഉണ്ട്. അവർക്ക് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? അവർ പറയുന്നത് ബാക്കിയുള്ളവരുടെ പൈസ അവർ സേവ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. പിന്നെ പക്ഷേ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് അതൊക്കെ ഇപ്പൊ നിർത്തി, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ തന്നെ അങ്ങനെ ഫേമസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അതല്ല, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, എനിക്ക് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്, ആവശ്യമുള്ളവർ കേട്ടാ മതി. ആ ഒരു സംഭവം വേണമെങ്കിൽ ആൾക്ക് പറയാം. കാരണം എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന എവിടെയും പറഞ്ഞിട്ടില്ല എന്റെ അഭിപ്രായം പറയണ്ടെന്നുള്ളത്. അഭിപ്രായം പറയണ്ട, അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടി ഉണ്ട്, എനിക്ക് ഫ്രീഡം ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മറ്റൊരാളുടെ ഫ്രീഡത്തെയോ മറ്റുള്ള ഒരാളുടെ റൈറ്റ് ഇല്ലാതാക്കുന്ന രീതിയിൽ പറയുന്നത് തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഓരോ ചാനലിനും സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പൊ നമുക്കറിയാം കുറെ ചാനലുകളുണ്ട്. ഇപ്പം ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അതറിയാലോ. ഇപ്പം ഇന്ന ചാനൽ ഇന്ന പാർട്ടിയുടെയാണ്, അല്ലെങ്കിൽ ഇന്ന ചാനൽ ഇന്ന പാർട്ടിയുടെയാണ്, ഇന്ന ആളുകളെ അനുകൂലിക്കുന്ന ആളുകൾ ആ ചാനൽ മാത്രമേ കാണാൻ പാടുള്ളൂ, അതിലെ വാർത്തകൾ മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. അപ്പം ഒരു വാർത്തയായിരിക്കും സത്യമുള്ള ഒരു വാർത്ത, അത് 4 ചാനലിൽ വരുന്നത് 4 ഡിഫറെന്റ് ആയിട്ടുള്ള ആംഗിൾസിലായിരിക്കും. അപ്പം ഒരു ചാനല് ഇപ്പുറത്ത് അനുകൂലിക്കുന്നു, മറ്റു ചാനലുകള് പ്രതികൂലിക്കുന്നു, ഒന്നിലും പെടാത്ത ചാനലുകള് വേറെന്തോ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെ കേൾക്കും? അപ്പൊ ഞാൻ ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, ആളുടെ വാദം കേൾക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അവര് ആ ചാനൽ വെക്കുന്നു. അതെ, ശരിയല്ലേ? അപ്പം എവിടെയാണ് ആ മാധ്യമധർമ്മം? ഏത് ചാനൽ പറയുന്നതാണ് ശരി? നമ്മൾ എന്ത് വിശ്വസിക്കും? സാധാരണക്കാരനായ ഒരാള് എന്ത് വിശ്വസിക്കും? അവൻ ഏത് പാർട്ടിയിലാണോ അത് ചാനൽ മാത്രമല്ല, പത്രത്തിലുണ്ട്. പത്രത്തിലുണ്ട് ഒരു കാര്യം, ഒരു അക്രമം നടക്കുന്നു, ആ അക്രമത്തിൽ 2 പാർട്ടികളോ അല്ലെങ്കിൽ 3 പാർട്ടികളോ ഇൻവോൾവ് ആവുന്നു. പക്ഷെ വാർത്തയെ പത്രത്തിൽ അത് വരുമ്പോ അതാത് പാർട്ടികളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അതിൽ വാർത്ത വന്നിട്ടുണ്ടാവുക. അത് പിന്നെ നമ്മള് മനസ്സിലാക്കി എടുത്തോളൂ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇതേപോലെ തന്നെ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ആര് എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മൾ നല്ലതാണെന്ന് പറയണം. ഇപ്പൊ 24 കഴിഞ്ഞ ദിവസം റേഷൻ കടയിലെ അരി പുനഃസ്ഥാപിക്കാൻ ഉണ്ടായത് 24ന്റെ റിപ്പോർട്ട് കാരണം വളരെ നല്ല കാര്യമാണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കൂടുതലും ഈ എത്തിക്സ് ഇല്ലായ്മ നടക്കുന്നുണ്ട്. ഇപ്പം നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നമ്മൾ നല്ലതെന്ന് പറയണം. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പുറത്തെ ചാനലുകാർ അവർക്കൊരു ദേഷ്യമുള്ള ഒരു ഓപ്പോസിറ്റ് ഉള്ള ഒരു പാർട്ടി ആണെങ്കിൽ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈൻ ചിലപ്പം മികച്ചൊരു വാർത്തയായിരിക്കും, പക്ഷെ ഈ പത്രത്തിലെ ഹെഡ്ലൈൻ അതായിരിക്കും, വേറൊരു പത്രത്തിൽ ഏതെങ്കിലും ഒരു പേജിൽ ഒരു മൂലക്കിലായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാർട്ടി ഏതാണോ ആ പത്രം വായിക്കേണ്ട ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ എല്ലാ വശവും നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാ പത്രങ്ങളും ഒരുമിച്ച് അത് ശരി. ഉപന്യാസം എല്ലാം എഴുതുന്നുണ്ടോ? അല്ല, എല്ലാ പത്രവും നിരത്തി വായിക്കേണ്ടി വരും. എന്നാലേ ഇപ്പം ഇന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്, വേറെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്. ചില നമ്മൾ ചർച്ചകൾ കാണാറില്ലേ, ഇപ്പം ന്യൂസിൽ തന്നെ കാണാറുണ്ട്. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലെ വാർത്ത ഇതാണ്, അല്ലെങ്കിൽ 2ാമത്തെ പേജിൽ പോകുമ്പോ ഇതാണ്. അത് കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എഡിറ്റോറിയൽ പേജസ് ഒക്കെ ഇപ്പൊ ഒരു ആദ്യമൊക്കെ സ്കൂൾ ടീച്ചേഴ്സ് പറയും ഒന്നും വായിച്ചില്ലെങ്കിൽ എഡിറ്റോറിയൽ പേജ് വായിക്കണം, അത് മതി എന്ന് പറയും. പക്ഷെ ഇപ്പൊ അതും വായിക്കാൻ പറ്റാത്ത പത്രം ഇടുന്നുണ്ട്, പക്ഷെ വായനശീലം ഉണ്ടോന്ന് തന്നെ സംശയമാണ്. കൂടുതൽ പരസ്യമാണ്. ഇപ്പോ നമ്മുടെ ഇപ്പൊ ഫോണിലായാലും ഇപ്പോ ചെറിയ ചെറിയ കോണ്ടന്റ്സ് ആയിട്ട് ന്യൂസ് ചാനൽസിന് വരെ ഇപ്പൊ ഓരോ സോഷ്യൽ മീഡിയ പേജസ് ഉണ്ട്, അതിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിനിറ്റ് ഓരോ ന്യൂസ് അതിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ
ചില മീഡിയാസ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് ഓർക്കുന്നില്ല കറക്റ്റായിട്ട്, അത് പറഞ്ഞു ഒരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇട്ടുപോയി. അത് പറയുന്നത് ശരിക്കും അന്വേഷിക്കാതെ ഇവരെന്തിനു ഇട്ടു, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള മീഡിയയിലെ എന്തിട്ടു എന്നുള്ളത്. അപ്പോൾ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇടുന്നതായിരിക്കും ഇച്ചിരിയും കൂടി നല്ലത്. പിന്നെ ഈ TRP റേറ്റ് കൂട്ടാനായിട്ട് ഇങ്ങനെ ചീപ്പ് പരിപാടികൾ ചെയ്യുന്നത് നിർത്തിയാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അതേപോലെ ഈ സിനിമയുടെ കേസ് പറഞ്ഞത്, സിനിമ റിവ്യൂ പറഞ്ഞ് ഫേമസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്. അവര് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന ആഭാസം എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ആരും റിയാക്ട് ചെയ്യുന്നില്ല അല്ലെ? റിയാക്ട് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അവരും റിയാക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇപ്പോൾ പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഒരു ഹോട്ടല് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ യൂട്യൂബറാണ് എന്ന് പറഞ്ഞിട്ട് ചെല്ലുക, എന്നിട്ടാണെന്ന് ഫുഡ് കഴിക്കുക, റിവ്യൂ എന്തെങ്കിലും പറഞ്ഞിട്ട് റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ സോഫ്റ്റ് ആയിട്ടുണ്ട് ഫുഡിന് റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ട് മോശം റിവ്യൂ ഇട്ടിട്ട് അവരുടെ സെയിലിനെ കുറച്ച് കളയാം. അങ്ങനെ പല സെക്ടേഴ്സിനെയും ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിവ്യൂ പറഞ്ഞിട്ട്, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് റിവ്യൂ പറഞ്ഞിട്ട്. കാരണം അയാളെ വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവും. അത് പേഴ്സണൽ ഗ്രഡ്ജ് യൂസ് ചെയ്തിട്ട് മറ്റൊരു വ്യക്തിയെ തകർക്കുന്ന രീതിയിലോട്ട് എത്തിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇൻഫ്ലുവൻസേഴ്സ് അവരെല്ലാരും പെയ്ഡ് ഇൻഫ്ലുവൻസേഴ്സ്. ചിലപ്പോൾ അവര് യഥാർത്ഥത്തിൽ ആ സാധനം ഉപയോഗിച്ചു പോലും നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ നമ്മളിലേക്ക് എത്തുന്നത്. നമ്മൾ ആ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നത് നമ്മുടെ സ്വന്തം അനിയത്തിക്കുട്ടിയോ ചേച്ചിയോ ചേട്ടനോ ഒക്കെ ആയിട്ടായിരിക്കും. ഇവര് നമുക്ക് നല്ലതേ പറയുള്ളൂ എന്ന് വിശ്വസിച്ച് അത് ഉപയോഗിക്കുന്ന ആൾക്കാരില്ലേ, അവർ ഉപയോഗിച്ചിട്ടേ ഉണ്ടാവില്ല. അതേപോലെ ഗെയിമിംഗ് ആപ്പുകൾ, ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാം, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കാം. നമ്മളറിയാതെ തന്നെ നമ്മളെ കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം അവർക്ക് ഒരു പൈസക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഗെയിം കളിച്ചുണ്ടാക്കാം. ഏതോ നോർത്ത് ഇന്ത്യയിൽ എവിടെയാണ് അച്ഛന്റെ ഓപ്പറേഷന് വെച്ചിരുന്ന പൈസ മുഴുവനായിട്ടൊരു കുട്ടി ഗെയിം കളിച്ച് തീർത്തു. ഓൺലൈനായിട്ട് ഇങ്ങനെ ഗെയിം കളിച്ച് തീർത്തു. ഒരു ഫാമിലി യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഗെയിം ഈ സേഫ് അല്ലാത്തൊരു ഗെയിമിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവർ അറസ്റ്റ് ചെയ്തു എന്നിട്ടൊരു ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോൺ അഡിക്റ്റ്. കുട്ടികളും അതിൽ മുതിർന്ന ആൾക്കാരും. പക്ഷെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫോണിൽ വരുന്ന കോണ്ടന്റ് അത് നമുക്ക് ഒരു പരിധി വരെ അവരുടെ തടയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾക്കും കൂടി കാണാൻ പറ്റുന്ന കോണ്ടന്റ് ഇടാത്ത ആളുടെ അക്കൗണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒരു സെൻസറിങ്ങോ ബാനോ എന്തായാലും അത് കൊണ്ടുവരണം. ഓരോ ഇൻഡിവിജ്വലും ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന മീഡിയ ആയിക്കോട്ടെ, ചാനലായിക്കോട്ടെ, പത്രം ആയിക്കോട്ടെ, ഈ എത്തിക്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി എന്നല്ല ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ എല്ലാവരുടെയും കാര്യം എന്ന് പറയുന്നത് പൈസയാണ്. ഒരു യൂട്യൂബർ പേരെന്താന്ന് എനിക്കറിയില്ല, ആളിപ്പോ കൃത്യമായിട്ട് ഓരോരുത്തരെ പിക്ക് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ന് ഇൻഫ്ലുവൻസർ ഈ ഒരു പരസ്യം ചെയ്തു, ആള് ഇത്ര സമയം കൊണ്ട് കാറ് വാങ്ങിയ വീട് വാങ്ങിയെന്നാണ് പറയുന്നത്. അതിന് ഒരു പ്രത്യേക ഒരു സെക്ഷൻ വരെ ഉണ്ടായിട്ടുണ്ടല്ലോ, ഫാമിലി വ്ളോഗ്. ആദ്യം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, പിന്നെ അടിച്ചു പിരിയുന്നു, ഫോർച്യൂണർ എടുക്കുന്നു. അപ്പം വളർന്നിട്ട് തിരിയാണ്. അല്ല, ഇപ്പം ഇങ്ങനൊരു വിഷയം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് കറക്റ്റ് ആയിട്ട് ഇന്ന ആപ്പിൽ നിന്ന് ഇത്ര പൈസ കിട്ടി എന്ന് ആൾ പറയുന്നുണ്ട്. അപ്പം ആൾക്ക് ഇത്ര നാളുകൊണ്ട് ഇത്ര പൈസ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഇത്ര രൂപ കിട്ടണം. അങ്ങനെ വിശദമായിട്ട് പല ഇൻഫ്ലുവൻസേഴ്സിനെയും പൊളിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം കുറെ റിയാക്ഷൻ വീഡിയോ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന റിയാക്ഷൻ വീഡിയോസ് ആണ്. ഇപ്പം ട്രോള് വരുന്നതാണെങ്കിലും ചില ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചില റിയാക്ഷൻ വീഡിയോ കാണുമ്പം ഇതിങ്ങനെയും ചിന്തിക്കാമല്ലോ, ഇതിങ്ങനെ ആയിരുന്നോ എന്ന് നമുക്ക് ചിന്തിപ്പിക്കുന്ന നല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇനി ഫൈനലി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു വാർത്ത കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം പറയുമ്പോഴും, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, സാറ്റലൈറ്റ് മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഓരോ ഇൻഡിവിജ്വലും വിചാരിക്കേണ്ടത് അപ്പുറത്തുള്ള ഒരാള് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. ഒരാളെന്നല്ല, ഒരുപാട് പേര് നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട്. അവരെ വിശ്വാസവഞ്ചന ചെയ്യരുത് എന്നുള്ളതാണ്. ഫൈനലി എനിക്ക് പറയാനുള്ളൊരു കാര്യം, നേരെന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. ആ സിനിമയിൽ ആ കുട്ടി അത്രയും മാനസിക ശാരീരിക പീഡനങ്ങൾ അവസാനം നീതി ലഭിച്ച്
കോട്ടിന്റെ പുറത്തോട്ട് വരുമ്പോ അനശ്വര മാസ്ക് മാറ്റി വരുമ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോ എടുക്കാൻ തയ്യാറാവുന്നു. പക്ഷെ അത് ചെയ്യരുത്, അത് തടയണം ഒരു വിവരം തോട്ടാണ് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്. എവിടെ ക്യാമറ വെക്കണം, അല്ലെങ്കിൽ എവിടെ എന്ത് വാർത്ത കൊടുക്കണം, എങ്ങനത്തെ വാർത്ത കൊടുക്കണം എന്നുള്ളത് ഒരു ധർമ്മം തന്നെയാണ്. അപ്പോൾ ആ ധർമ്മം, എംപതി, കൈൻഡ്നസ്, ഇതെല്ലാമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ലോകം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുന്നത്.